നമ്മളെല്ലാ സ്ക്രൂവും സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഫോൾട്ട് വന്നിട്ടില്ല ഇതുവരെ, എല്ലാം പക്കയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു നിഞ്ച വൈസർ നമ്മളെ ബൈക്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ RS വരുന്ന സ്റ്റോക്ക് വൈസറിൻ്റെ അളവെടുത്ത് ഇതിൽ ജസ്റ്റ് ഒന്ന് ഹോൾ മാർക്ക് ചെയ്താൽ മാത്രം മതി. ഹലോ വാട്സപ്പ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിഞ്ച വൈസറാണ്. ഇത് ഒറിജിനൽ നിഞ്ച വൈസറാണെന്ന് തോന്നുന്നു, കാരണം അതിൻ്റെ ഹോളൊക്കെയാണ്. അപ്പോൾ നമ്മളത് ഇതിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ്, RS സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നിഞ്ചയിൽ വരുന്ന വൈസറാണ്. നിഞ്ചയുടെ വൈസറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഈ ഷേപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് വൈസറിനെ ഊരണം, സ്റ്റോക്ക് വൈസർ ഊരി ഇത് സെറ്റ് ചെയ്യണം. കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ് തോന്നുന്നത്, അതിൽ ഹോളൊക്കെ ചെയ്യാൻ കാണും. അപ്പം ഇതും ഈ 6 ബോൾട്ട്, അതായത് 6 അല്ല 6 സ്റ്റാറിൻ്റെ സ്ക്രൂസ് ഊരണം. പിന്നെ ഈ നമ്പർ പ്ലേറ്റ് ഊരണം. അപ്പോൾ ഇവിടുത്തെ തൊട്ടാണ് നമ്മൾ അഴിച്ചു തുടങ്ങേണ്ടത്. ഇത് 2 അലങ്കി, ഇത് 2 അലങ്കി യൂസ് ചെയ്ത് ആണ് അഴിക്കുക. അപ്പോൾ ഈ നമ്പർ പ്ലേറ്റ് ഇളകി വരത്തുള്ളൂ. എന്നിട്ടാണ് നമ്മൾ വൈസർ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്പർ പ്ലേറ്റ് ഊരാൻ പറ്റുന്നില്ല, കാരണം ഇവിടുത്തെ ബോൾട്ട് ജാമായിപ്പോയി. ഇനി എന്തെങ്കിലും വെൽഡ് ചെയ്ത് തിരിച്ച് ഇളക്കാൻ പറ്റുള്ളൂ. ഞാൻ അവിടെ കട്ട് കൊടുത്തിട്ട് ഇത് തിരിക്കാൻ നോക്കിയപ്പം അതിൻ്റെ പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര അടിച്ചിട്ട് ഇളകുന്നില്ല ഈ സാധനം. അപ്പോൾ ഇത് ഇളക്കാൻ പറ്റിയൊരു സെറ്റപ്പ് നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്പർ പ്ലേറ്റിനെ വളച്ച് ഇവിടെ മേലെ വെച്ചിട്ടുണ്ട്. ഇനി തിരിച്ച് വെക്കുന്ന നേരത്തെ കറക്റ്റായിട്ട് വെച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഈ 6 സ്ക്രൂസ് നമ്മൾ ഇളക്കണം. അപ്പോൾ ഗൈസ്, നമ്മൾ വൈസറിൽ സ്ക്രൂസ് എല്ലാം ഊരി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വൈസർ ഊരി എടുക്കാം. ഓക്കെ, ഇനി ഇതേപോലത്തെ ഹോൾ അതിൽ ചെയ്യണം. അതാണ് ഇനി അടുത്തുള്ള ടാസ്ക്. അതായത് ഇതിനെ ഇതിൻ്റെ പുറത്ത് വെച്ച് മാർക്ക് ചെയ്യണം. ഒന്നീ മാർക്ക് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ ഹോൾ ചെയ്യേണ്ടി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ചിന്തിച്ചിട്ട് ചെയ്യാം. കാരണം ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ വൈസർ വയ്ക്കുന്നത്. അപ്പം നോക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ വൈസർ വെച്ചിട്ട് ഇതിൻ്റെ ഹോളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കിന് വേണ്ടി എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെ ഒരു ഹോള്, ഇവിടെ ഒരു ഹോള്. അതേപോലെ തന്നെ ഇപ്പുറത്തും വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പം ഈ 2 സൈഡും ഈക്വലായിട്ട് വരണം. ഈ ഹോളുള്ളതുകൊണ്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഹോൾ വരണം. അപ്പോൾ നമുക്ക് ചെറിയൊരു ഡ്രില്ല് ചെയ്തതിന് ശേഷം നമുക്കത് വലുതായിട്ട് ചെയ്യാൻ നോക്കാം. കാരണം ഈ ഹോൾ വലിപ്പം വരണം നമുക്ക്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ വൈസറൊക്കെ ഡ്രിൽ ചെയ്യാൻ എടുത്ത് അതിന് മുമ്പ് ഇതേപോലത്തെ ഒരു മെറ്റീരിയൽ അടിയിൽ വെച്ചാൽ അത്ര നല്ലതായിരിക്കും. നമുക്ക് ഓരോന്നേരം ഡ്രിൽ ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ഹോൾ ഇവിടെ, അതിൻ്റെ സെൻറ്റർ നോക്കി ഡ്രിൽ ചെയ്യണം. ഇപ്പോൾ ചെറിയ ബിറ്റിട്ടാണ് നമ്മൾ ഹോൾ ചെയ്തിട്ടുള്ളത്. അത് ഫസ്റ്റ് ചെറിയ ബിറ്റിട്ട് ഹോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടാനുള്ള ചാൻസ് കുറഞ്ഞ് കിട്ടും. ഓക്കെ, അടുത്ത് നമുക്ക് വലിയ ബിറ്റിടാം. ആണ് വലിയ ബിറ്റ്. ഹോൾ ചെയ്ത് നോക്കാം. മിക്സ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ കിട്ടിയ വലിയ ഉപകാരമായിരുന്നു. ആറ് ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ പ്ലാസ്റ്റിക് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി കളയണം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ടുണ്ട്.
സാൻഡ് പേപ്പർ ഇട്ട് പോകുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാ സ്ക്രൂവും സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഫോൾട്ട് വന്നിട്ടില്ല ഇതുവരെ, എല്ലാം പക്കയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു നിഞ്ച വൈസർ നമ്മളെ ബൈക്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ RSലൊക്കെ വരുന്ന സ്റ്റോക്ക് വൈസറിൻ്റെ അളവെടുത്ത് ഇതിൽ ജസ്റ്റ് ഒന്ന് ഹോൾ മാർക്ക് ചെയ്താൽ മാത്രം മതി. ഇവിടെ 2 ഭാഗം കുറച്ച് ഞെളിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഹോളെല്ലാം കിട്ടും. മറ്റേ നമ്മൾ ചേർത്ത് വെച്ചിട്ടാണ് ചെയ്തത്, അതിന് കുഴപ്പമൊന്നുമില്ല. ഇത് പക്ക ഫിറ്റാണ് കേട്ടോ, ഒരു ഷേക്ക് പോലും ഇല്ല. അപ്പോൾ നമുക്കിത് വൈബ്രേഷൻ ഉണ്ടോ ഇല്ലെന്നാണ് അറിയേണ്ടത്. കാരണം ബജാജിനുള്ളൊരു മെയിൻ പ്രോബ്ലമാണ് വൈബ്രേഷൻ. അപ്പോൾ നമുക്കിതിന് വൈബ്രേഷൻ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരേ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്പർ പ്ലേറ്റ് ഇരുന്ന പോലെ തന്നെ സെറ്റ് ചെയ്യണം. അതേ ഉള്ളൂ ഇനി ഒരു ടാസ്ക്. അപ്പോൾ നമുക്ക് ഇതും കൂടെ വച്ചതിന് ശേഷം നമുക്ക് ബാക്കിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കാണുന്നു. കാരണം വൈസർ വയ്ക്കാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ ഞാൻ ഇപ്പോൾ തിരഞ്ഞെടുത്തത് മറ്റേതിനെ വെച്ചിട്ട് അതിൽ മാർക്ക് ചെയ്തതാണ്. അപ്പോൾ പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട്, 2 സൈഡ് ഒരേപോലെയാണ് വന്നിട്ടുള്ളത്, വേറെ സീനൊന്നുമില്ല, പക്കയായിട്ട് കിട്ടിയിട്ടുണ്ടില്ല. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബെൻഡായും കുഴപ്പമൊന്നുമില്ല, ഇത് ഇവിടെ തന്നെ തിരിച്ച് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഊരാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. വൈസർ വയ്ക്കാനൊക്കെ നമ്പർ പ്ലേറ്റ് വേണമെങ്കിൽ മാത്രം, ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഊരാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി, കട്ടർ മെഷീൻ വെച്ച് കട്ട് ചെയ്താൽ മതി. നമ്പർ പ്ലേറ്റ് ഇവിടെ ഒട്ടിക്കുന്നുള്ളവർക്ക്, നമ്പർ പ്ലേറ്റ് വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ വയ്ക്കാം. ഇപ്പം ഞാൻ വെച്ചത് വൈസറാണ്. അപ്പോൾ വൈസർ പക്കയായിട്ടുണ്ട്, കാണാമല്ലോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വ്യത്യസ്തമായ വീഡിയോകൾ എനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.